ഇതുപോലൊരു നാണംകെട്ട പാർട്ടിയെയും ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എന്ന് പറയുന്ന നാണംകെട്ടവരെ കേരളം ചുമക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള സ്ഥിതിവിശേഷം. ഈ നാട്ടിലെ ജനങ്ങൾ ഇനി ആരോടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്? ശബരിമലയിലെ സ്വർണം മുഴുവൻ ആരാണ് കട്ടുകൊണ്ടുപോയത്? അതെവിടെയാണ്, ആർക്കാണ് വിറ്റത്? ഈ സ്വർണ്ണപ്പാളികൾ, ശബരിമലയിലെ ഈ സ്വർണ്ണക്കട്ടില, ഇത് മുഴുവൻ ആർക്കാണ് നിങ്ങൾ വിറ്റത്? ആ വിറ്റതിൻ്റെ പങ്ക് ഏതൊക്കെ ദേവസ്വം ബോർഡ് മന്ത്രിക്കോ ദേവസ്വം ബോർഡ് മെമ്പർമാർക്കോ അല്ലെങ്കിൽ ആ പങ്ക് പറ്റിയ CPM-ന്റെ നേതാക്കന്മാർ ആരൊക്കെയാണ്? ഇതാണ് നമ്മൾക്ക് അറിയേണ്ടത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അന്വേഷണം മുഴുവൻ നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ സമ്മർദ്ദത്തിലാക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള ഹരിശങ്കറിന്റെ ഭാര്യയുടെ പിതാവാണ് ഈ പറയുന്ന ശങ്കർദാസ് എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് മെമ്പർ. അതിലെന്താ സംശയം? ഈ ദേവസ്വം ബോർഡ് മെമ്പറെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് ഈ പോലീസും ഈ സർക്കാരും സ്വീകരിച്ചത്. ഇത് യഥാർത്ഥ ആളുകളിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ദ്രുതഗതിയിലുള്ള നടപടിയാണ് പിണറായി വിജയന്റെ സർക്കാർ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഈ അന്വേഷണ സംഘത്തിൽ പോലും സമ്മർദ്ദം ചെലുത്തി നടപ്പിലാക്കാൻ നോക്കുന്നത്. എത്ര ദൗർഭാഗ്യകരമാണ്. ജനങ്ങളുടെ ഏറ്റവും അവസാനത്തെ ആശ്രയം എന്ന് പറയുന്നത് ഈ വിശ്വാസമാണ്. ഈ വിശ്വാസം അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇറക്കി വയ്ക്കുന്നത് ഈ ശബരിമലയിൽ 41 ദിവസം വ്രതമെടുത്ത് പോകുന്നതും അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായി കൊണ്ടു നടക്കുന്നത്. എത്ര കോടിക്കണക്കിന് വിശ്വാസികളുണ്ട്. അവരുടെ ആ വിശ്വാസങ്ങളെ ഇല്ലാതാക്കുന്നു. പുണ്യഭൂമിയായ ശബരിമലയെ ഇതുപോലെ നശിപ്പിച്ച ഒരു സർക്കാർ വേറെ ഏത് സർക്കാരാണ് ഉള്ളത്? വേറെ ഏതെങ്കിലും ഒരു സ്ഥലമായിരുന്നെങ്കിൽ, വേറെ ഏതെങ്കിലും വിശ്വാസികളായിരുന്നെങ്കിൽ അവരുടെ പ്രതികരണവും പ്രതിഷേധവും എത്രത്തോളമായിരിക്കും? ഇതൊക്കെ സർക്കാർ കണക്കിലെടുക്കണ്ടേ? കുറ്റക്കാരായിട്ടുള്ള ആളുകൾ പാർട്ടിയിലുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ CPM സ്വീകരിക്കണ്ടേ? CPM സ്വീകരിച്ചത് ഈ ജയിലറയ്ക്കുള്ളിൽ കിടക്കുന്ന 19 ദിവസക്കാലത്തിലധികമായി കിടക്കുന്ന ഈ വാസുവിനെയും പത്മകുമാറിനെയും ഇപ്പോഴും അവർ സംരക്ഷിക്കുകയാണ്. കാരണം സംരക്ഷണം തീർത്തില്ലെങ്കിൽ ഇവർക്കെതിരായി നിലപാടുകൾ സ്വീകരിച്ചാൽ, പാർട്ടി നടപടികൾ സ്വീകരിച്ചാൽ അവർ നാളെ യഥാർത്ഥ ആളുകളുടെ പേരുകൾ പുറത്തു പറയും. അപ്പോൾ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാകും, തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടും. അങ്ങനെ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുന്നതും പാർട്ടി പ്രതിരോധത്തിലാകുന്നതുമാണ്. കോടിക്കണക്കിന് വിശ്വാസികളുള്ള ശബരിമലയിൽ സ്വർണം കട്ടതിന്റെ പേരിൽ പാർട്ടി എടുക്കേണ്ട നിലപാട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും നീതിരഹിതമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയായി മാറി. ഈ പാർട്ടിയിൽ ഇപ്പോഴും വോട്ട് ചെയ്യുന്ന, ഇപ്പോഴും വിശ്വസിക്കുന്ന വിശ്വാസികളായിട്ടുള്ള, അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അവരാണ് ഈ നിലപാടുകൾ സ്വീകരിക്കേണ്ടത്. അയ്യപ്പന്റെ സ്വർണം കട്ടവരെ സംരക്ഷിക്കുന്ന പാർട്ടി നേതാക്കന്മാർ അവർക്ക് വേണോ? അല്ലെങ്കിൽ ശബരിമലയെ പോലെ പരിപാവനമായിട്ടുള്ള കേരളത്തിന്റെ വിശ്വാസികൾ, ലോകത്തിലെ തന്നെ കോടിക്കണക്കിന് വിശ്വാസികളുള്ള ഈ ആരാധനാ കേന്ദ്രങ്ങൾ നിലനിർത്തണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഭരണം ഇനി ആകെ ജനീഷ് സൂചിപ്പിച്ചതുപോലെ 2 മാസക്കാലമുള്ളൂ. യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാർ വരും. ആ സർക്കാർ വരുമ്പോൾ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരും. ആ പുറത്തു വരുമ്പോൾ ഈ പറയുന്ന അയ്യപ്പന്റെ സ്വർണം കട്ട ഒരാൾ പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിൽ അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഒരു സർക്കാർ, ആ സർക്കാരിന് അയ്യപ്പൻ തന്നെ കൊണ്ടുവരും. ഒരു സംശയവും വേണ്ട, അയ്യപ്പൻ തന്നെ കൊണ്ടുവരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ നാട്, കേരളം എന്ന് പറയുന്ന ഈ നാട് ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് പറയുന്നത്. ഈ നാടിനെ നശിപ്പിക്കരുത്.